അവരെങ്ങനെയാണ് അവിടെ അതിജീവിച്ചത്? നമുക്കറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും അല്ലേ? വെറും 8 ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം പോയ, പിന്നീട് 9 മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന അവർ എങ്ങനെയാണ് അവിടെ അതിജീവിച്ചത്? തീർച്ചയായും നാസ തന്നെയാണ് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുത്തിരുന്നത്. സെപ്റ്റംബറിൽ നാസ പുറത്തുവിട്ട ഒരു ചിത്രത്തിൽ അവർ 2 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അവരവിടെ സുരക്ഷിതരാണെന്ന്. അങ്ങനെ 9 മാസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം അവർ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകത്തിലാണ് ഇവർ സുരക്ഷിതമായി എത്തിയത്. 45 ദിവസം ഇനി ചികിത്സയിലായിരിക്കും. സുനിത ചിരിയോടെയാണ് പുറത്തിറങ്ങിയത്. അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പേശികളുടെ ബലഹീനതയും ശരീരത്തിലെ ബാലൻസ് തെറ്റുന്നതും തലക്കറക്കവും ഓക്കാനവും തുടങ്ങി പല പ്രശ്നങ്ങൾ. ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടാണത്. ഒരാഴ്ചയെങ്കിലും എടുക്കും, കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും അതിൽ നിന്ന് മാറ്റമുണ്ടാകാൻ. ബാലൻസ് തെറ്റാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അവരെ വീൽ ചെയറിൽ പുറത്തിറക്കിയത്. ബഹിരാകാശ യാത്രികർക്ക് അപാരമായ ശാരീരികവും മാനസികവുമായ കരുത്തു വേണം അല്ലേ? ഇത്രയും 284 ദിവസം ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ആ ആകർഷക വലയത്തിനുള്ളിലല്ലാതെ നീന്തിക്കിടക്കുന്ന ബഹിരാകാശത്ത് ഇങ്ങനെ എയറിൽ കിടക്കുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്രമാത്രം അവർ ബുദ്ധിമുട്ടിയിരിക്കും, എത്രമാത്രം അതിനുവേണ്ടി അവർ പ്രാക്ടീസ് ചെയ്തിരിക്കും അല്ലേ? ഇനി അവരവിടെ എന്തൊക്കെ ഭക്ഷണങ്ങളായിരിക്കും കഴിച്ചിരിക്കുക, എങ്ങനെയായിരിക്കും അവരിത് അതിജീവിച്ചിരിക്കുക? നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.